ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രാത്രി നമുക്ക് കഴിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയാലോ? അടിപൊളി മീൻകറി കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഗോതമ്പ് ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി ആദ്യം ഇത്രയും സാധനങ്ങൾ വേണം. അതായത് നമ്മുടെ ക്യാരറ്റ് വേണം, ഇഞ്ചി വേണം, തേങ്ങ വേണം, പിന്നെ സവോള വേണം, കുറച്ച് മല്ലിയില വേണം, കറിവേപ്പില വേണം, പച്ചമുളക് വേണം. ഇത്രയും സാധനങ്ങൾ എല്ലാം കൂടെ ഈ മാവ് കലക്കിയെടുക്കണം. ആദ്യം ഗോതമ്പ് മാവ്. ആ ഗോതമ്പ് മാവ് കലക്കുന്ന വീഡിയോ എൻ്റെ നിന്ന് പോയി കേട്ടോ, സോറി. ഞാൻ അതോട് കാണിച്ചു തരുന്നത് ഈ ഒരു പരുവമാണ് നമ്മൾ മാവ് കലക്കി എടുക്കേണ്ടത്. ഇതിങ്ങനെ എല്ലാവർക്കും കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മാവ് കലക്കി അതിൽ കുറച്ച് ഉപ്പ് ഇട്ടൊന്ന് കലക്കി വെച്ചതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിലിടുക. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇളക്കണം. ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. കുറച്ച് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിക്കാം. ഓക്കെ, ഇത് നല്ലോണം ഇളക്കി ഒന്ന് സെറ്റായി ഒരു 5 മിനിറ്റ് ഇത് വെച്ചേക്കാം. ഓക്കെ, 5 മിനിറ്റ് മതി. 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് ചുടാം. 5 മിനിറ്റ് കഴിഞ്ഞ് മക്കളെ, നമുക്ക് പതുക്കെ ഇത് എടുത്ത് നോക്കാം. അങ്ങനെ 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് ഒന്ന് നോക്കുമ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കാനുള്ള പരിപാടി. ദോശക്കല്ല് ചൂടായി നല്ലതുപോലെ എണ്ണയെല്ലാം പുരട്ടിയിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം കേട്ടോ. പിന്നെ ഒരു കറി ഒഴിച്ച് പതുക്കെ നെല്ലില്ല ചുറ്റി കൊടുക്കാം. നെല്ലേ ചുറ്റിക്കാവേ, അല്ലെങ്കിൽ ചിലപ്പം ഇങ്ങനെ വിട്ടുപോകും. കേട്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ വിട്ടുപോകുന്നത്? പിന്നെ അതിന് ശേഷം എടുത്ത് ഇങ്ങനെ അടച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ദോശ വേവുന്ന സമയം, അത്രയും സമയം കഴിയുമ്പോൾ നമ്മളൊന്ന് തുറന്നു നോക്കാം. ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ ദോശ ചേട്ടൻ ഏകദേശം ഒരു പരുവായി. അപ്പോൾ അത് നമുക്കിങ്ങനെ മെല്ലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ഒന്ന് അടച്ചിടുവട്ടെ. മൊരിഞ്ഞ ടേസ്റ്റി ആയിട്ടുള്ള ദോശച്ചേട്ടൻ ഇവിടെ റെഡിയായി. ദോശച്ചേട്ടൻ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക, ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക, ഇങ്ങനെ പ്ലേറ്റിൽ അങ്ങോട്ട് വെക്കുക. ഓക്കെ, അവിടെ ഇങ്ങനെ ഒഴിച്ച് മെല്ലെ ചുറ്റിക്കുക. അധികം പ്രസ് ചെയ്യല്ലേ, മെല്ലെ ഇങ്ങനെ കേട്ടോ. പ്രസ് ചെയ്ത് കാണിച്ചിട്ടാണ് പോയത്. ഇങ്ങനെ ചുറ്റിക്കാം. അപ്പം നിങ്ങൾക്ക് ഈ ഫോൾട്ട് ഉണ്ടാവില്ലേ, അതൊക്കെ ചുറ്റിക്കാവേ. ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ. ഇത് ഒഴിക്കുമ്പോൾ തന്നെ അതുകൊണ്ടാണ് ഞാനിത് ഒന്നും കൂടെ എടുത്ത് കാണിച്ചത്. ഒരു നുള്ള് എണ്ണ അതിൻ്റെ മുകളിലും കൂടെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണേ. അപ്പോൾ ദോശ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഞാനത് നേരത്തെ ആദ്യത്തെ ദോശയിൽ അത് പറയാൻ വിട്ടുപോയി കേട്ടോ, അതുകൊണ്ടാണ് സോറി. രണ്ടാമത്തെ ദോശ ചേട്ടനും ഇവിടെ ആയിരിക്കുന്നു. ആ ദോശ ചേട്ടനെയും നമുക്കിത് ഇങ്ങനെ പ്ലേറ്റ് അങ്ങോട്ട് തട്ടാം. ഓക്കെ, സൂപ്പർ അയലക്കറിയും കൂട്ടി കഴിക്കാൻ കേട്ടോ. എന്തൊരു ടേസ്റ്റാണെന്ന് അറിയോ? നിങ്ങളത് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.